ഹലോ ദുബായ്, എല്ലാവർക്കും നമസ്കാരം. 25-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ജെംസ് വേൾഡ് അക്കാദമിയിൽ നടക്കുന്ന നൃത്താഞ്ജലി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും നൃത്താഞ്ജലിയിലേക്ക് സ്വാഗതം ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു നല്ല വർഷം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നമസ്കാരം. ലോക തൊഴിലാളി ദിനമായ ഇന്ന് ഒരു ടാക്സി ഡ്രൈവർ തൊഴിലാളിയായി, ദേവയാനിയായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ടാക്സിയിലൂടെ ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം. ടാക്സി എന്ന് പറയുന്ന സിനിമ നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കും എന്നുള്ള അവകാശവാദങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ സിനിമ നിങ്ങളെ ചിരിപ്പിക്കും. കംപ്ലീറ്റ്ലി ഒരു എൻ്റർടൈനറാണ്. ഫുൾ ആൻഡ് ഫുൾ ഫണ്ണാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന തരത്തിലുള്ള കുറേ തമാശകളുണ്ട് ഈ പടത്തിൽ. ചിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, എന്താ പറയുക, ടെൻഷനൊക്കെ മാറ്റി വെച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ടാക്സി ഇഷ്ടമാവും. എല്ലാവരും ടാക്സി കാണണം, പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ സിനിമ ആകാശവാണി നല്ല റിലീസായി. ഒരുപാട് നല്ല നല്ല റിവ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ ചെയ്ത കഥാപാത്രം വാണി, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ളൊരു കഥാപാത്രമായിരുന്നു. അതിങ്ങനെ എന്താ പറയുക, ജനങ്ങളത് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അത് അവരായിട്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറയുകയുണ്ടായി, അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്തു ആ ക്യാരക്ടർ എന്നുള്ളത്. അപ്പം അത് വലിയ സന്തോഷം. ഞങ്ങളുടെ ഫുൾ ആകാശവാണി ടീമിന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇവിടെ. ആകാശവാണിയിൽ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ അനിയൻ, എൻ്റെ പ്രിയ സുഹൃത്ത് സുജയുടെ അനിയൻ ശ്രീശങ്കറാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അത് യൂട്യൂബിൽ റിലീസായിട്ടില്ല, ഉടനെ തന്നെ റിലീസ് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഒരു ഓൺലൈൻ സപ്പോർട്ട്, ഒരുപാട് മീഡിയ സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു ആകാശവാണിക്ക്. TV ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഓൺലൈൻ മീഡിയ ആണെങ്കിലും എല്ലാ മാധ്യമത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനിയും സിനിമ കാണാത്തവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.